ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് എന്റെ സീസൺ ശേഷം കാണാറില്ല. കാരണം എനിക്ക് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു, നമ്മൾ പോകുന്നു. ബാക്കിയുള്ളത് എനിക്കറിയില്ല. പക്ഷെ അല്ലാതെ ഇപ്പോ എനിക്ക് മനസ്സിലാകാമായിരുന്നു പറഞ്ഞാൽ അവിടെ ബിഗ് ബോസ് ഈസ് സ്ക്രിപ്റ്റഡ് ഫ്രം ഔട്ട്സൈഡ്, നോട്ട് ഫ്രം ഇൻസൈഡ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആടിനെ പട്ടിയാക്കും, ചേരയെ മൂർഖനാക്കുന്നൊക്കെ അതിന്റെ ഉള്ളിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടും പറയുന്നുണ്ട്. അന്ന് എല്ലാവരും എനിക്ക് തെറി തന്നു. ഇപ്പൊ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. അപ്പൊ സത്യം എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മള് എന്താണ് പറയാ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. മാത്രമല്ല അതില് എനിക്ക് ഏറ്റവും മനസ്സിലാക്കുന്ന ആളുകളെ പറ്റിക്കുവാണ്. കാരണം വെച്ചാൽ ഒരു ഗെയിം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു 85 ഡേയ്സ് 75 ഡേയ്സ് ഒക്കെ ഓഫർ കൊടുത്ത ആൾക്കാരെ കൊണ്ടുവരിക, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യും. അപ്പൊ തന്നെ അവിടെ ഗെയിമില്ല, ആളുകളെ പറ്റിക്കുവാണ്. അത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ആ പറ്റിക്കുന്നതിന് ഓൾറെഡി പെൺകുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാവും. കാരണം പിന്നത്തെ ഒന്ന് പോപ്പുലർ ആയി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ഒരുപാട് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം. ഇപ്പോ ബിഗ് ബോസ് ഉണ്ടാക്കിയ ഒരു ഇമേജിൽ മനംനൊന്ന ഒരാൾ ആത്മഹത്യ ചെയ്തതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? ജനങ്ങളുടെ ആണോ, ചാനലിന്റെ ആണോ? അപ്പോ അത് റിയൽ ആയിട്ടുള്ള ആൾക്കാരെ പ്രോപ്പറായി കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിക്കുന്ന പോലെ എന്റർടൈൻമെന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എടുക്കാം. ഞാനത് കയറിയിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ അല്ലാതെ ഇത് മനസ്സുകളെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാക്കുന്ന ഒരു ഗെയിമാണ്. കുറെ പറ്റിക്കലാണ്. പറ്റിക്കുന്ന സെൻസ് ഇത് എഡിറ്റിങ്ങിലൂടെ ആളുകളെ സത്യമല്ലാത്ത കാര്യങ്ങളെ സത്യമെന്ന് കാണിച്ച് പ്രശ്നത്തിലാക്കുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ ആരോടും പറയുന്നില്ല, ആളുകൾ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. ബിഗ് ബോസ് ഒരു സീസൺ വിന്നർ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു വിന്നർ കൂടി ഇങ്ങനെ ഒന്ന് ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുണ്ടോ? വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അവർക്ക് ബോധ്യം വന്നുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. നമുക്കത് ബോധ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്നെ എത്ര വിളിക്കാൻ, ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് എന്നെ എത്ര വിളിക്കാൻ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാലങ്ങൾ കഴിയുന്നവർ എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കട്ടെ, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ പോയി കാണട്ടെ. ഞാൻ കാണാറില്ല, ഞാൻ ന്യൂസുകൾ മാത്രമേ വായിക്കുള്ളൂ. ആർക്കും ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാനില്ല. ഇപ്പൊ തന്നെ കൂടുതൽ പറഞ്ഞു. ശരി.